ഇംഗ്ലീഷ് പെഡഗോഗിയിലെ 3 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബി.എഡ് ഫസ്റ്റ് സെമസ്റ്ററിലെ പെഡഗോഗി പേപ്പറുകളാണിത്. നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാ സബ്ജക്റ്റുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലൈവ് സെഷനിൽ എല്ലാവരും തന്നെ പങ്കെടുക്കുക. അതിലെ ആൻസേഴ്സ് ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതും ഓരോ യൂണിറ്റ് വൈസിലുള്ള ആൻസേഴ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രമാണ് നമ്മൾ എടുത്തിട്ട് ആ ആൻസേഴ്സിന്റെ പോയിന്റ്സുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമേ നമ്മൾ നോക്കുന്നത് 2024 പെഡഗോഗി ഓഫ് ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും. ആദ്യമേ നമുക്ക് നോക്കാം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും അറിയാം 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതിൽ 3 നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് അതിന് 5 ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമ്മളിവിടെ നോക്കാം. ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടാവുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 5 ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. 5 ആൻസർ ചെയ്യണം. അടുത്ത പാർട്ടിൽ, രണ്ടാമത്തെ പാർട്ടിൽ അല്ലെങ്കിൽ പാർട്ട് ബിയിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 3 ആൻസർ ചെയ്താൽ മതി. അത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ബ്രിങ് ഔട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. എല്ലാവർക്കും അറിയാം, ആവർത്തിച്ച് ചോദിക്കുന്ന ഭാഗം തന്നെയാണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. അത് ക്രാദോൾ ആൻഡ് ആന്തേഴ്സിന്റേതാണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ മൈക്രോ ടീച്ചിങ്, എക്സ്പ്ലെയിൻ മൈക്രോ ടീച്ചിങ് സൈക്കിൾ എന്നുള്ളത്. അതും പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ആവർത്തിച്ച് പറയേണ്ടതില്ല. മൈക്രോ ടീച്ചിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ വിത്ത് എക്സാമ്പിൾസ് എന്നുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ വിത്ത് എക്സാമ്പിൾസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് എ നോട്ട് ഓൺ ബിഗെ ആൻഡ് ഹണ്ട് ടീച്ചിങ് മോഡൽ എന്നുള്ളത്. ടീച്ചിങ് മോഡലുകൾ പ്രധാനമായിട്ടും 3 ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1 റിഫ്ലക്റ്റീവ് മോഡൽ, 2 മെമ്മറി മോഡൽ, 3 അണ്ടർസ്റ്റാൻഡിംഗ് മോഡൽ. അതിൽ ഫസ്റ്റ് വരുന്നത് മെമ്മറി മോഡൽ, സെക്കൻഡ് വരുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് മോഡൽ, തേർഡ് വരുന്നത് റിഫ്ലക്റ്റീവ് മോഡലാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബിഗെ ആൻഡ് ഹണ്ടിന്റെ മോഡൽ ഓഫ് ടീച്ചിങ് ആണ്. അത് റിഫ്ലക്റ്റീവ് മോഡൽ ഓഫ് ടീച്ചിങ് ആണ്. ഇത് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും എല്ലാവരും 3 തന്നെ പഠിച്ചു വെക്കുക. ഒന്നെങ്കിൽ എസ്എയിൽ ചോദിക്കും, അതല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കും. പിന്നെ അവസാനമായിട്ട് ചോദിക്കുന്ന ഇതേപോലെ തന്നെ എസ്എ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ, പിന്നെ മീഡിയയുടെ യൂസേജ്, നമ്മുടെ സബ്ജക്റ്റിൽ മീഡിയയുടെ യൂസേജ് എന്നിങ്ങനെ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് പഠിക്കുക. അതിൽ ഈ 5 തന്നെ മിക്കവാറും ചോദിക്കും. അതൊന്നെങ്കിൽ എസ്എ ആയിട്ട് ചോദിക്കും, അതല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കും, ഷുവർ ആണ്. നെക്സ്റ്റ് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ 2 ചോയ്സുകളാണ്. ഒന്ന് ഇവ തന്നെയാണ്, റൈറ്റ് ആൻ എസ്എ ഓൺ ബ്ലൂംസ് ടാക്സോണമി ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആൻഡ് ടീം ടീച്ചിങ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുക, നമ്മൾ കഴിഞ്ഞ സബ്ജക്റ്റിലൊക്കെ നോക്കിയപ്പോൾ തന്നെ യൂണിറ്റ് ബേസിൽ ക്വസ്റ്റ്യൻസ് ചിലത് മിക്സ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. ബ്ലൂംസ് ടാക്സോണമി എന്നുള്ളത് ഫസ്റ്റ് യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ മെത്തേഡുകൾ എന്ന് പറയുന്നത് തേർഡ് യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ആ മെത്തേഡുകളിൽ ഡെമോൺസ്ട്രേഷൻ മെത്തേഡും പറഞ്ഞിട്ടുണ്ട്, ടീം ടീച്ചിങ് മെത്തേഡും വരുന്നുണ്ട്. അപ്പോൾ ഈ 3 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പേപ്പറിലും, ഇംഗ്ലീഷിന്റെ പെഡഗോഗിയുടെ 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിലും മിക്സ് ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അത് എസ്എയിൽ മാത്രം. സോ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, പ്രൊജക്ട് മെത്തേഡ് ആൻഡ് അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്, AALM എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു യൂണിറ്റിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. രണ്ടും എഴുതക്കത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഒരു യൂണിറ്റ് മാത്രമാണ് കൂടുതലായിട്ട് പഠിച്ചതെങ്കിൽ ആ യൂണിറ്റിലെ 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തുകൊണ്ട്, അതും 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാവുന്നതാണ്. അങ്ങനെയും കൂടി ഗുണം ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് മെത്തേഡുകളിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഡെമോൺസ്ട്രേഷൻ മെത്തേഡും ടീം ടീച്ചിങ് മെത്തേഡും ഒരു ക്വസ്റ്റ്യൻ വന്നു. അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻ, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, പ്രൊജക്ട് മെത്തേഡ്, അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്. ഇവ 2 സെറ്റ് ക്വസ്റ്റ്യനും അത് ഏത് യൂണിറ്റിൽ നിന്ന്, ഒറ്റ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ദെൻ എലൂസിഡേറ്റ് ദ യൂസ് ഓഫ് മാസ് മീഡിയ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യൂസ് ഓഫ് മാസ് മീഡിയയെ കുറിച്ച്. ഇൻ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ, ഇൻ കണക്ഷൻ വിത്ത് ടെലി കോൺഫറൻസിംഗ്, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് വേർഡ് പ്രോസസ്സേഴ്സ്. ഓക്കെ, അത് മാസ് മീഡിയ യൂസേജ് ആണ് പറയേണ്ടത്. അത് എന്തിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എസ് എഴുതേണ്ടത്? ടെലികമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് വേർഡ് പ്രോസസിംഗ്. ഓക്കെ, ഇത്രയും പോയിന്റുകളെ റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് മാസ് മീഡിയയുടെ യൂസേജ് നിങ്ങൾ എസ് ആയിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്, എല്ലാ ക്വസ്റ്റ്യൻസിലും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്, ബ്ലെൻഡഡ് ലേണിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രത്യേകിച്ച് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ബ്ലെൻഡഡ് ലേണിംഗ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ്. അത് എർബാഷ്യൻ മോഡലാണ്, അത് മെമ്മറി ലെവലാണ്.
ദെൻ മോറിസൺ ടീച്ചിങ് മോഡലാണ്, അത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലാണ്. റിഫ്ലക്റ്റീവ് തന്നെയാണ് ബിഗ് ആൻഡ് ഹണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ 3 ലെവലും ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ലെസൺ പ്ലാൻ ഫോർ എ ലിങ്ക് ലെസൺ. ലിങ്ക് ലെസണിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ലിങ്ക് ലെസണിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. Then write an essay on the scope, need, significance and aims and objectives, instructional objectives and behavioral objectives. അതായത് 14th സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എക്സ്പ്ലെയിൻ ദ സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ് ആൻഡ് ദി സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ദെൻ വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ബി ഫോളോവ്ഡ് ഇൻ എ ലെസൺ പ്ലാൻ എന്നുള്ളത്. സ്കിൽസ് വന്നിട്ടുള്ളത്, അതായത് ക്വസ്റ്റ്യൻ സ്കില്ല്, അതേപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ് സ്കില്ല്, അത് സെക്കൻഡ് യൂണിറ്റിൽ നിന്നാണ്. മറ്റൊരു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെസൺ പ്ലാൻ, ഇയർ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, ഇതൊക്കെ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്നതാണ്. ആ യൂണിറ്റ് പ്ലാൻ അല്ലെങ്കിൽ ലെസൺ പ്ലാൻ അല്ലെങ്കിൽ പിന്നെ ലിങ്ക് പ്രാക്ടീസ്, ഇതൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മൈക്രോ ടീച്ചിങ്, മാക്രോ ടീച്ചിങ്, ലെസൺ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, പിന്നെ അതേപോലെ തന്നെ ഇയർ പ്ലാൻ, ഇത്രയും പ്ലാനുകളും നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. സോ 2024 ഇംഗ്ലീഷ് പെഡഗോഗിയുടെ ഭാഗത്തു നിന്നുമുള്ള ഷോർട്ട് ആൻസേഴ്സും എസ്എ ക്വസ്റ്റ്യൻസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ഇതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.